മേഖലയിലെ സംഘർഷ സാഹചര്യം സുൽത്താനുമായി ആശയവിനിമയം നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി. മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ. സംഭവ ദൃശ്യം പങ്കുവെക്കുന്നത് നിയമ നടപടിക്ക് ഇടയാക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, മസ്കത്ത് സർവീസുകൾ പുനരാരംഭിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കടുത്ത ആശങ്ക ഉയർത്തുന്നതിനിടെ ഒമാനെ ലക്ഷ്യമിട്ട് നടന്ന ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായാണ് അദ്ദേഹം ടെലിഫോൺ മുഖേന ആശയവിനിമയം നടത്തിയത്. ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു. ഒമാന്റെ പരമാധികാരത്തിനും ദേശീയ അഖണ്ഡതയ്ക്കുമെതിരായ നീക്കങ്ങളാണിതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മേഖലയിലെ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒമാനിൽ കഴിയുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങളും സംഭാഷണത്തിൽ ചർച്ചയായി. മധ്യപൂർവ്വ ഏഷ്യയിൽ സംഘർഷം പടരുന്ന പശ്ചാത്തലത്തിൽ ഉടൻ സംഘർഷം അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടു. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് മോദി നിലപാട് വ്യക്തമാക്കിയത്. സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ഇടപെടലുകളാണ് നിർണായകമെന്ന കാര്യത്തിൽ ഇരു നേതാക്കൾക്കും ഏകാഭിപ്രായത്തിലെത്തി. സുൽത്താന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭിക്കുന്ന പിന്തുണയ്ക്കും സംരക്ഷണത്തിനും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. മേഖലയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ, സംഭവസ്ഥല ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് നിയമ നടപടിക്ക് ഇടയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പങ്കുവെക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. അഭ്യൂഹങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നവർ ശിക്ഷാ നിയമപ്രകാരം നിയമ നടപടിക്ക് വിധേയരാകുമെന്നും മുന്നറിയിപ്പ് നൽകി. പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നിവ ചൊവ്വാഴ്ച മുതൽ മുംബൈ, മസ്കത്ത് സർവീസുകൾ പുനരാരംഭിച്ചു. മേഖലയിലെ വ്യോമപാത നിയന്ത്രണങ്ങൾ ശമിച്ചതിനെ തുടർന്നാണ് നടപടി. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഘട്ടം ഘട്ടമായാണ് സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നത്. യാത്രയ്ക്ക് മുൻപ് സർവീസ് സംബന്ധിച്ച വിവരം ഉറപ്പാക്കണമെന്ന് യാത്രക്കാരോട് നിർദ്ദേശിച്ചു. ദോഫാർ മുനിസിപ്പാലിറ്റിയുടെ സാദാ ലേബർ ക്യാമ്പിൽ സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കി പത്തനംതിട്ട സലാല അസോസിയേഷൻ PSA. വിവിധ രാജ്യക്കാരായ 500-ലധികം തൊഴിലാളികൾ നോമ്പുതുറയിൽ പങ്കെടുത്തു. ദോഫാർ മുനിസിപ്പാലിറ്റി ലേബർ ക്യാമ്പ് ഓഫീസർ അലി ഷെഹരി, PSA ഭാരവാഹികളായ ഡോക്ടർ മാത്യൂസ്, സുനു ജോൺ എന്നിവർ സംസാരിച്ചു. അൻസാരി തടത്തേൽ, ഡിബിൽ മാത്യു, അനു അഞ്ജു എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇഫ്താറിന് നേതൃത്വം നൽകി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുതിയ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.